Long-term asset without any physical existence but possessing a value are called ഇൻടാഞ്ചിബിൾ അസറ്റ്. ലോങ് ടേം അസറ്റാണ്. അസറ്റിന് എന്തില്ല, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതായത് നമുക്ക് തൊട്ടറിയാനോ കണ്ടറിയാനോ സാധിക്കില്ല. ബട്ട് പൊസസിങ് എ വാല്യൂ, പക്ഷേ അവർക്ക് എന്താണ്, ബിസിനസ്സിൽ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും. അത്തരം അസറ്റിന് നമ്മൾ എന്താ പറയുക, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയുന്നത്. ദ ഡെപ്റ്റ്സ് വിച്ച് ആർ ടു ബി റീപെയ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ആർ റെഫേർഡ് ടു ആസ് കറണ്ട് ലയബിലിറ്റി. അതായത് ഒരു ഷോർട്ട് പീരീഡ് പറയുമ്പോൾ വിത്തിൻ 1 ഇയർ, 1 ഇയറിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കേണ്ട ഒരു ബാധ്യതകളെ, ഡെപ്റ്റിനെ നമ്മൾ എന്താ പറയുക, കറണ്ട് ലയബിലിറ്റീസ് എന്നാണ് പറയുന്നത്. ദ ചാർജസ് ഓഫ് പേയിങ് കമ്മോഡിറ്റീസ് ഇൻ ടു എ സ്റ്റേബിൾ കണ്ടീഷൻ ഷുഡ് ബി ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ചാർജസ് ഓഫ് പ്ലേസിങ് കമ്മോഡിറ്റീസ് ഇൻ ടു എ സ്റ്റേബിൾ കണ്ടീഷൻ, അതായത് നമ്മൾ കമ്മോഡിറ്റീസിനെ ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് മാറ്റാൻ വരുന്ന ചാർജസുകളെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കാറുള്ളത്. അതായത് ഇവിടെ റിപ്പയറിംഗ് കോസ്റ്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെയിൽ ഇൻവോയ്സസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ സെയിൽസ് ജേണൽ. അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ദ ബാലൻസ് ഓൺ ദി അക്യുമുലേറ്റഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ്, അതായത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് പ്രൊവിഷൻ, അക്യുമുലേറ്റഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ നമ്മൾ എന്താ ചെയ്യുക, സിംപ്ലി ഡിഡക്റ്റഡ് ഫ്രം ദ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ അസറ്റിൽ നിന്ന് ആ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും, മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് വി ടേക്ക് ഗുഡ്സ് ഫോർ ഓൺ യൂസ് വി ഷുഡ്, നമ്മൾ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ സ്വന്തം പേഴ്സണൽ യൂസിന് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് എൻട്രീസ് വരിക, ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് അക്കൗണ്ട്. If a trial balance totals do not agree, the difference must be entered in സസ്പെൻസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് നമ്മൾ ടാലി ആയിട്ടില്ലാണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്യും, അത് സസ്പെൻസ് അക്കൗണ്ടിൽ കാണിക്കും. സെൻട്രൽ ഇനീഷ്യേറ്റ് ഓഫ് കോയർ ടെക്നോളജി ഈസ് അറ്റ് ബാംഗ്ലൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി എവിടെയാണ്, ബാംഗ്ലൂരാണ്. കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ, എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, 15th February 1969. 15th February 1969 കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് ഫണ്ടിൽ നിന്നാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ലോൺ കളക്ഷനിൽ നിന്നാണ്. In outright purchase system, the society makes dash purchase of goods from the members by offering ruling market price. ഏതാണ്, ക്യാഷ്. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കറണ്ട് മാർക്കറ്റിലുള്ള ക്യാഷ് എത്രയാണോ അത് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിക്കോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ റബ്കോ. ഇനി ഇംഗ്ലീഷിൽ 2 ക്വസ്റ്റ്യൻ ആണ്. ഹീ ഈസ് ബേക്കിംഗ് ഡാഷ് കേക്ക്, എ ആൻഡ് ദ നൺ ഓഫ് ദി അബോവ്. ഏതാ വരിക, എ ആണ് വരുന്നത്. ഹീ ഈസ് ബേക്കിംഗ് എ കേക്ക് എന്നാണ് വരിക. വാട്ട് ഡാഷ് എക്സൈറ്റിംഗ് നൈറ്റ് ഇറ്റ് വാസ്. വാട്ട് ആൻ എക്സൈറ്റിംഗ് നൈറ്റ് ഇറ്റ് വാസ്. ഇത് കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതായിരുന്നു, ചിത്രലേഖയായിരുന്നു. ലോകത്തിൽ ആദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ച വ്യക്തി ഓറൻ നോൺസൺ ആയിരുന്നു. പി ചിത്രൻ നമ്പൂതിരിപ്പാട് സ്മൃതി കേന്ദ്രത്തിൻ്റെ പ്രഥമ ചിത്രൻ നമ്പൂതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായത് സി രാധാകൃഷ്ണൻ. ഇന്ത്യൻ വ്യോമസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ ഏതാണ്, തപസ്. 18ാം ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അദ്ദേഹം 2 തവണ ലോക്സഭാ സ്പീക്കർ ആകുന്ന 5ാമത്തെ വ്യക്തിയാണ്. ജൂൺ 26 പ്രത്യേകത ലോക ലഹരി വിരുദ്ധ ദിനാണ്.